ഹായ് ഫ്രണ്ട്സ്, എല്ലാ സിനിമാ പ്രേമികൾക്കും ഒരിക്കൽ കൂടി നമ്മുടെ ഈ ചാനലിലേക്ക് സ്വാഗതം. അതെ, നമ്മുടെ ജിത്തു ജോസഫിന്റെ ഏറ്റവും പുതിയ ചിത്രമായ വലതുവശത്തെ കള്ളൻ സിനിമയുടെ ട്രെയിലർ ഇന്ന് ലോഞ്ച് ആയിട്ടുണ്ട്. അതെ, ദൃശ്യം 3 മുൻപ് ഇറങ്ങാൻ പോകുന്ന സിനിമ. അതെ, വലതുവശത്തെ കള്ളൻ. നമ്മുടെ ബിജു മേനനും ജോജു ജോർജും പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്ന ചിത്രം. അതെ, ഒരു പോലീസ് സ്റ്റോറി ഒക്കെയാണെന്ന് തോന്നുന്നു സിനിമയുടെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ. ചിലപ്പോ ത്രില്ലർ അങ്ങനത്തെ ഒരു ജനറൽ ആയിരിക്കും. ജോസഫ് ആയതുകൊണ്ട് നമുക്കൊരു ത്രില്ലർ ചിലപ്പോൾ പ്രതീക്ഷിക്കാം. എപ്പോഴും ജിത്തു ജോസഫ് അങ്ങനെ പറയാറുണ്ട്, നിങ്ങൾ ഒരിക്കലും എന്നിൽ നിന്ന് ഇത് പ്രതീക്ഷിക്കണം, അതായത് ത്രില്ലർ മാത്രം പ്രതീക്ഷിച്ചിരിക്കരുത്. എനിക്ക് എല്ലാ രീതികളും പ്രയോജനപ്പെടുത്തണം എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ഇന്റർവ്യൂസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോ ഇത് ഏത് ടൈപ്പ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്കപ്പോ എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ആ ട്രെയിലർ ഒന്ന് നമുക്ക് കണ്ടിട്ട് വരാം. എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം ഏത് ടൈപ്പ് പടാണെന്ന്. ഫാമിലി ആണോ അതോ ഇനി കോമഡി ആണോ? കോമഡി ആവാൻ ചാൻസ് ഇല്ല, നോക്കാം. നമുക്ക് കോമഡി ചെയ്യാൻ സാധ്യതയില്ല, നമുക്ക് കണ്ടു നോക്കിയിട്ട് പറയാം. അപ്പൊ നമുക്ക് ട്രെയിലറിലേക്ക് കടക്കാം. ഷാജി നടേശനാണ്. ജോൺ ഓഫ് കെനഡിയുടെ ഒരു ഫേമസ് കോട്ട് ഉണ്ട്, ആസ്ക് നോട്ട് വാട്ട് യുവർ കൺട്രി കൻ ഡു ഫോർ യു, ആസ്ക് വാട്ട് യു കൻ ഡു ഫോർ യുവർ കൺട്രി. ഞാൻ അതിൽ വിശ്വസിക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും പ്രാന്തൻ എന്തെങ്കിലും പറഞ്ഞിട്ട് തെളിവോ? ആന്റണി, നിന്റെ ഈ സ്വഭാവം കാണുമ്പോ നീ ഇപ്പോൾ ഈ സർക്കിളിൽ തന്നെ നടക്കുന്നത്. ത്രില്ലർ സ്വാഭാവികം. ഈ അയലിന്റെ ഫാദറിനെ കുറച്ചുകൂടി സോഷ്യൽ ഹാൻഡിൽ ചെയ്യണമെന്ന് തോന്നുന്നു. അതിന്റെ പ്രശ്നങ്ങളാണോ? സോങ് അടിപൊളി ഉണ്ട്. ആരുടെ സ്വഭാവം നിനക്കത് എന്തൊക്കെ പറഞ്ഞാലും ഇനി ഇവിടുന്ന് സംഭവിക്കുന്നതിനെല്ലാം നിങ്ങളായിരിക്കും ഉത്തരവാദി. ജോസഫ് ഫിലിം ചെറുപ്പം നീതി കാണുന്നു. നമ്മൾ ജീവിച്ചിരിക്കുന്നവരെ വേണ്ടി അത് വാങ്ങിക്കൊടുക്കാൻ. ഫ്രണ്ട് വേ എന്ന് പറയുന്നത് എനിക്കറിയില്ല സാം എവിടെയാണ്. ഇനി അമ്മ എന്നെ വിളിക്കുകയാണെങ്കിൽ ഞാൻ പറയാം. സാം ചെയ്യുന്നതിനാണ് ശരി. അതുവരെ ഇളവുകൾ തരുന്നതും ശിക്ഷകൾ തീരുമാനിക്കുന്നതും ഞാൻ മാത്രമായിരിക്കും. ഇമോഷണൽ ത്രില്ലറാന്ന് തോന്നുന്നുണ്ടല്ലേ? സംഭവം കൊള്ളാം. അപ്പൊ നമുക്ക് ഉറപ്പിക്കാം എന്ന് പറയാം. വെറുതെ അങ്ങനെ പ്രേക്ഷകർക്ക് ഒരു ഇത് കൊടുക്കണോ? ഒരു ഇമോഷണൽ ഫീലൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ? ത്രില്ലർ ചെയ്യുന്നുണ്ട്. ഇതിന്റെ സ്ക്രിപ്റ്റിംഗ് നടത്തിയിരിക്കുന്നത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിനു തോമസ് അല്ലേ? ജിത്തു ജോസഫിന്റെ എല്ലാ കഥ ശരിക്കും ഡിനു തോമസിന്റെയാണ് സ്ക്രീൻ പ്ലേയും ഡയലോഗും ഒക്കെ എഴുതിയിരിക്കുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പൊ ഇതും നമുക്ക് ഈ ജനുവരിയിലാണ് എന്നാ റിലീസ് എന്ന് ശ്രദ്ധിച്ചില്ല. ഇതിൽ കാണിച്ചിരുന്ന നീ കണ്ടിരുന്ന റിലീസിങ് ഞങ്ങൾ ശ്രദ്ധിച്ചില്ല. ഇനി റിലീസിങ് നിങ്ങൾക്ക് അറിയാവുമെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതാൻ മറക്കണ്ട. അപ്പോൾ ഇതുപോലുള്ള നല്ല രസകരമായ വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ.